ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 2-ലെ ഒരു സ്റ്റോറിയാണ്. ഫെസ്റ്റീവ് ഫൺ എന്നാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര്. ഇതിൻ്റെ ഇൻട്രോഡക്ടറി സെക്ഷൻ ഞാൻ ഓൾറെഡി പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. ദ സീ പാലസ്, അതാണ് നമ്മളുടെ ഈ ഒരു സ്റ്റോറിയുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ പേരെന്ന് പറയുന്നത്. സീ എന്ന് പറഞ്ഞാൽ എന്താണ്? കടൽ അല്ലേ. പാലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊട്ടാരം അല്ലേ. അപ്പോൾ എന്താണ്? ദ സീ പാലസ് എന്ന് പറഞ്ഞാൽ കടൽ കൊട്ടാരം അല്ലെങ്കിൽ കടലിലെ കൊട്ടാരം എന്നാണ് അർത്ഥം വരുന്നത്. ആ ഒരു പിക്ചറിൽ നമുക്ക് കാണാം അല്ലേ, ആ ഒരു പാലസും അതേപോലെ ഒരുപാട് ഫിഷസും ഒക്കെ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. എന്താണ് പറയുന്നത്? എ ഗോൾഡ് ഫിഷ്, ഒരു ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീന്തുക അല്ലേ, കടലിലൂടെ നീന്തുന്ന കാര്യമാണ് പറയുന്നത്. ഇൻ ദ സീ എന്ന് പറഞ്ഞാൽ എന്താണ്? കടൽ. അപ്പോൾ ഗോൾഡ് ഫിഷ് എന്ത് ചെയ്യാണ്? കടലിലൂടെ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹീ സോ മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഹീ സോ എന്ന് വെച്ചാൽ അവൻ കണ്ടു. മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് എന്താണ്? അവൻ്റെ ഒരുപാട് ഫ്രണ്ട്സ്, കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്സ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ, ഒരേ ഡയറക്ഷനിൽ എന്ത് ചെയ്യണം? അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ കുറേ ഫ്രണ്ട്സ് എന്ത് ചെയ്യാണ്? ഒരേ സ്ഥലത്തേക്ക്, ഒരേ ഡയറക്ഷനിൽ, ഒരേ ദിശയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർ ഫിഷ് വാസ് ഫ്ലോട്ടിങ് ഓൺ ദ വേവ്സ്. എന്താണ് പറയുന്നത്? സ്റ്റാർ ഫിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ പിക്ചറിൽ കാണുന്നില്ലേ, സ്റ്റാറിൻ്റെ രൂപത്തിൽ, അതാണ് സ്റ്റാർ ഫിഷ്. സ്റ്റാർ ഫിഷ് വാസ് ഫ്ലോട്ടിങ് ഓൺ ദ വേവ്സ്. അതായത് ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒഴുകി നടക്കുക. ഓൺ ദ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിരമാല അല്ലേ. അപ്പോൾ ആ ഒരു തിരമാലയോടൊപ്പം ഈ ഒരു സ്റ്റാർ ഫിഷ് എന്ത് ചെയ്യുകയാണ്? ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. ഓക്കെ. ജെല്ലി ഫിഷ് സ്പാർക്കിൾഡ് ഇൻ ദ ബ്ലൂ വാട്ടർ. എന്താണ് പറയുന്നത്? ജെല്ലി ഫിഷ് അല്ലേ. എന്താണ് ജെല്ലി ഫിഷ്? നമ്മുടെ ആ ഒരു പിക്ചറിൽ റൈറ്റ് സൈഡിൽ ഒരു ബ്ലൂ കളറിൽ കാണുന്നില്ലേ, അതാണ് ജെല്ലി ഫിഷ്. അപ്പോൾ ആ ജെല്ലി ഫിഷ് എന്താ ചെയ്യുന്നത്? ജെല്ലി ഫിഷ് സ്പാർക്കിൾഡ് ഇൻ ദ ബ്ലൂ വാട്ടർ. സ്പാർക്കിൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പാർക്കിൾഡ് എന്ന് പറഞ്ഞാൽ തിളങ്ങുക, മിന്നുക എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്താവുന്നുണ്ട്? ആ ഒരു ബ്ലൂ വാട്ടർ, എന്തായാലും നീല വാട്ടറാണ് ഉണ്ടാവുക അല്ലേ കടലിൽ. ആ ഒരു നീല വാട്ടറിൽ നമ്മളുടെ ജെല്ലി ഫിഷ് എന്താവുന്നുണ്ട്? തിളങ്ങി നിൽക്കുന്നുണ്ടല്ലേ. ഓക്കെ. ഡോൾഫിൻസ് വർ ഡാൻസിങ്. ഡോൾഫിൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡാൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. വേർ ആർ ദേ ഗോയിങ്? അവരെങ്ങോട്ടാണ് പോകുന്നത്? ദ ഗോൾഡ് ഫിഷ് തോട്ട്. ഗോൾഡ് ഫിഷ് ചിന്തിക്കുകയാണ്, ഇവരൊക്കെ കൂടെ എങ്ങോട്ടാണ് ഒരുമിച്ച് അങ്ങനെ പോകുന്നത് എന്ന് ആര് ചിന്തിക്കുകയാണ്? ഗോൾഡ് ഫിഷ് അല്ലേ. ഹീ ഫോളോഡ് ദം. അപ്പോൾ ഗോൾഡ് ഫിഷ് എന്ത് ചെയ്യാണ്? എന്നാൽ പിന്നെ നോക്കാം ഇവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് വിചാരിച്ചിട്ട് അവരെ ഫോളോ ചെയ്ത്, അവരെ പിന്തുടർന്ന് അങ്ങനെ പോവുകയാണ്. ഇൻ ദ ഡീപ്പ് സീ ഹീ സോ എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്. എന്താണ് പറയുന്നത്? ഇൻ ദ ഡീപ്പ് സീ, കടലിൻ്റെ ആഴങ്ങളിൽ. ഡീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണല്ലേ? ആഴം അല്ലേ. അപ്പോൾ ആ ഒരു കടലിൻ്റെ ആഴങ്ങളിൽ എന്താ സംഭവിച്ചത്? ഹീ സോ, അവൻ കണ്ടു എന്ത്? എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്, ഒരു ഗ്ലാസിൻ്റെ പാലസ് കണ്ടു. അതായത് എന്താണ്? ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കൊട്ടാരം അല്ലേ. അത് കണ്ടു. ഇറ്റ് വാസ് ഡെക്കറേറ്റഡ് വിത്ത് ജെംസ് ആൻഡ് പേൾസ്. ഇറ്റ് വാസ് ഡെക്കറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലങ്കരിക്കുക അല്ലേ. അലങ്കരിച്ചത് എന്തുകൊണ്ടൊക്കെയാണ്? വിത്ത് ജെംസ് ആൻഡ് പേൾസ്. ജെംസ് എന്ന് പറഞ്ഞാൽ രത്നങ്ങളല്ലേ. പേൾസ് എന്ന് പറഞ്ഞാൽ പവിഴം അല്ലെങ്കിൽ മുത്ത് എന്നൊക്കെയുള്ളതാണ് കേട്ടോ. അപ്പം ഈ ഒരു കൊട്ടാരം അലങ്കരിച്ചത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ്? ഈ ഒരു ജംസും പേൾസും ഒക്കെ വെച്ചിട്ടാണ്, പവിഴങ്ങളും മുത്തുകളും ഒക്കെ കൊണ്ടാണ്. ദ ഡോർസ് ഓഫ് ദ പാലസ് വേർ വൈഡ് ഓപ്പൺ. എന്താണ് പറയുന്നത്? ഡോർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വാതിലുകൾ അല്ലേ. ഓഫ് ദ പാലസ് വേർ വൈഡ് ഓപ്പൺ. അതെന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? തുറന്ന് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഫിഷസൊക്കെ കൂടെ പോകുന്നത് അങ്ങോട്ടായിരിക്കുമോ? ഇവരവിടുത്തെ അതിഥികളായിരിക്കുമോ? അതുകൊണ്ടായിരിക്കുമോ ആ ഒരു കൊട്ടാരത്തിൻ്റെ, വലിയ കൊട്ടാരത്തിൻ്റെ ഡോറുകൾ തുറന്ന് വെച്ചിട്ടുണ്ടാവുക? ഈ അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമോ? നോക്കാം നമുക്ക്. ഗോൾഡ് ഫിഷ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് ദ പാലസ്. ഗോൾഡ് ഫിഷും അവൻ്റെ ഫ്രണ്ട്സും എവിടെ എത്തി? എവിടെ എത്തി? പാലസിൽ എത്തി എന്നാണ് പറയുന്നത്. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? ഇനി എന്താ സംഭവിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. അത് കുട്ടികളുടെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുകയെന്ന്. നോക്കാം. ദ മെർമെയ്ഡ് എന്നാണ് ഈ ഒരു ഭാഗത്തിൻ്റെ പേര്. മെർമെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മത്സ്യകന്യക അല്ലേ. A beautiful mermaid appeared
നിയർ ദ ഡോർ. എന്താണ് പറയുന്നത്? ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെർമെയ്ഡ്, നല്ല ഭംഗിയുള്ള ഒരു മത്സ്യകന്യക അപ്പിയർഡ് നിയർ ദ ഡോർ. നിയർ എന്ന് പറഞ്ഞാൽ അരികിൽ. എന്തിൻ്റെ? ദ ഡോർ, ഡോറിൻ്റെ അരികിൽ, വാതിലിൻ്റെ അരികിൽ ഒരു മത്സ്യകന്യക, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മത്സ്യകന്യക അപ്പിയർ ചെയ്തു. അപ്പിയർ ചെയ്തെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യക്ഷപ്പെട്ടു അല്ലേ? ഹൗ പ്രിട്ടി ഷീ ഈസ് എക്സ്ക്ലെയിംഡ് ദ ഗോൾഡ് ഫിഷ്. എന്താണ് പറയുന്നത്? പ്രിട്ടി എന്ന് പറഞ്ഞാൽ മനോഹരമായ അല്ലേ, നല്ല ഭംഗിയുള്ള. അപ്പം ഹൗ പ്രിട്ടി ഷീ ഈസ് എന്ന് പറഞ്ഞാൽ എന്തൊരു ഭംഗിയുള്ള എന്താണ് മെർമെയ്ഡാണ് എന്ന് ആര് പറയാണ്? എക്സ്ക്ലെയിംഡ് ദ ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഫിഷ് ആശ്ചര്യത്തോടെ പറയാണ്. ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. അപ്പം അന്ന് എന്താണ് ഈ ഒരു ജൂലിയ എന്ന് പറയുന്നത് ആരാണ്? നമ്മളുടെ മെർമെയ്ഡിൻ്റെ പേരാണ്. പ്രിൻസസ് ആണ് കേട്ടോ. എന്താണ്? രാജകുമാരിയാണ്, പ്രിൻസസ് ജൂലിയാണ്. അപ്പോൾ ഈ ഒരു മെർമെയ്ഡിന് അവർ എന്ത് ചെയ്യാണ്? ബർത്ത്ഡേ വിഷ് ചെയ്യാണ്. അപ്പോൾ അവർ ബർത്ത്ഡേക്ക് വന്നതാണല്ലേ. അപ്പോൾ ഇപ്പോഴാണ് ഗോൾഡ് ഫിഷിന് എന്ത് മനസ്സിലാവുന്നത്? ഇവരൊക്കെ എങ്ങോട്ടായിരുന്നു ഒരേ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരുന്നത്? പ്രിൻസസ് ജൂലിയൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, വി ഹാവ് ബ്രോട്ട് യു സം ഗിഫ്റ്റ്സ്. അപ്പോൾ എല്ലാവരും കൂടെ പറയാണ്, ഞങ്ങൾ നിനക്ക് കുറച്ച് എന്താണ് ഗിഫ്റ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ച് സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രോട്ട് യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് നിനക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓൾ ഓഫ് ദം സെറ്റ് ടുഗദർ, അവർ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ദ ജെല്ലി ഫിഷ് ബ്രോട്ട് ഗ്ലിൻഡിങ് ലൈറ്റ്സ്. ഗ്ലിൻഡിങ് ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തിളങ്ങുന്ന ലൈറ്റ്സ് കേട്ടോ, അതാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആര്? ജെല്ലി ഫിഷ്. ദ വെയിൽസ് കെയിം വിത്ത് ജിംഗ്ലിംഗ് ബാങ്കിൾസ്. എന്താണ് വെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തിമിംഗലം അല്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ ജീവികളാണ് തിമിംഗലങ്ങൾ അല്ലേ. അപ്പോൾ അവരെന്താ കൊണ്ടുവന്നത്? ജിംഗ്ലിംഗ് ബാങ്കിൾസ്. ണ്ടെങ്കിൽ നമ്മളിപ്പം ഒരുപാട് വളകൾ ഒരുമിച്ചിടുന്ന സമയത്ത് അതിങ്ങനെ കൂട്ടിയിടിക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവില്ലേ? ഈ കുപ്പി വളകളൊക്കെ ഇടുമ്പം ഉണ്ടാവുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ, അതിങ്ങനെ പരസ്പരം ഇടിക്കുന്ന സമയത്ത് ആ ഒരു ശബ്ദത്തിനെയാണ് കേട്ടോ പറയുന്നത് ജിംഗ്ലിംഗ്. അപ്പോൾ ബാങ്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വള അല്ലേ. അപ്പോൾ അങ്ങനത്തെ വളകളാണ് ആര് കൊണ്ടുവന്നിട്ടുള്ളത്? വെയിൽസ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെയോ ദ ഡോൾഫിൻസ് ക്യാരീഡ് ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. ഡോൾഫിൻസ് എന്താണ് കൊണ്ടുവന്നത്? ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ് അല്ലേ. ഫ്രാഗ്രൻ്റ് എന്ന് പറഞ്ഞാൽ സുഗന്ധമുള്ള, നല്ല സുഗന്ധമുള്ള ഫ്ലവേഴ്സ്, പൂക്കളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ജൂലിയ സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ്. ജൂലിയ എന്ത് ചെയ്തു? ചിരിച്ചു, എന്നിട്ട് മറുപടി പറഞ്ഞു. റിപ്ലൈഡ് എന്ന് പറഞ്ഞാൽ മറുപടി അല്ലേ, മറുപടി പറഞ്ഞു. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. എന്താണ്? താങ്ക് യു പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്ന്. കം ഓൺ, വരൂ, ലെറ്റ്സ് ബിഗിൻ ദ പാർട്ടി. നമുക്ക് പാർട്ടി തുടങ്ങാം. ബിഗിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരംഭിക്കുക അല്ലേ. There was a big cake on a table in the hall. എന്താ പറയുന്നത്? There was a big cake, ഒരു വലിയ കേക്ക് on a table, ഒരു ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. എവിടെയാണ്? in the hall, ഹോളിലുള്ള ഒരു ടേബിളിൻ്റെ മുകളിൽ വലിയൊരു കേക്ക് വെച്ചിട്ടുണ്ട്. The party began. എന്താണ്? പാർട്ടി തുടങ്ങി. How will they begin the party? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഒരു പാർട്ടി അവരെങ്ങനെയായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക എന്നാണ്. അപ്പോൾ കുട്ടികളോട് ചോദിക്കാം. 41 നോക്കാം. ദ ബർത്ത്ഡേ പാർട്ടി, അതാണ് ഈ ഒരു പാർട്ടിൻ്റെ പേര്. എന്താണ്? ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ് അല്ലേ. പ്രിൻസസ് ജൂലിയ വെൻ ടു ദ ടേബിൾ ആൻഡ് കട്ട് ദ കേക്ക്. പ്രിൻസസ് ജൂലിയ നമ്മളുടെ എന്താണ് രാജകുമാരി ആയിട്ടുള്ള മെർമെയ്ഡ് അല്ലേ ജൂലിയ, വെൻ ടു ദ ടേബിളിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ആൻഡ് കട്ട് ദ കേക്ക് കട്ട് ചെയ്തു. ഷീ ലുക്ക്ഡ് ക്യൂട്ട് ഇൻ ഹർ ബ്യൂട്ടിഫുൾ ഡയമണ്ട് ക്രൗൺ. എന്താ പറയുന്നത്? ഷീ ലുക്ക്ഡ് ക്യൂട്ട്, അവളെ കാണാൻ നല്ല എന്താണ്? ക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഭംഗിയുണ്ട് അല്ലേ, മനോഹരമായിട്ടുണ്ട്. ഇൻ ഹർ ബ്യൂട്ടിഫുൾ ഡയമണ്ട് ക്രൗൺ. എന്താണ്? അവളുടെ ഡയമണ്ട് ക്രൗൺ ഒരു പിക്ചറിൽ കാണാമല്ലേ നമുക്ക്? മെർമെയ്ഡിൻ്റെ ജൂലിയൻ്റെ തലയിൽ ഒരു ക്രൗൺ കാണാമല്ലോ. ക്രൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കിരീടം അല്ലേ, കിരീടം. അതെന്ത് കിരീടമാണ്? ഡയമണ്ട് ക്രൗൺ ആണല്ലേ. ഡയമണ്ട് എന്ന് പറഞ്ഞാൽ വജ്രങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ആ ഒരു കിരീടം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു മെർമെയ്ഡ് എന്താണെന്നാണ് പറയുന്നത്? വളരെ ബ്യൂട്ടിഫുൾ ആണ്. ആ ഒരു ക്രൗണിൽ അവളെ കാണാൻ എന്താണ്? നല്ല ഭംഗിയാണെന്ന് പറയാണ്. ക്ലാപ്ഡ് ആൻഡ് സാങ്. ക്ലാപ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയടിക്കുക അല്ലേ. ആൻഡ് സാങ്, അവർ പാട്ട് പാടി. എന്താണ് പാടിയത്? ഹാപ്പി ബർത്ത്ഡേ ടു യു പ്രിൻസസ് ജൂലിയ. എന്താ പാടിയത്? ബർത്ത്ഡേ വിഷ് ചെയ്യണല്ലേ. ആർക്ക്? പ്രിൻസസ് ജൂലിയയ്ക്ക്. എവറി വൺ പ്രസൻറ്റഡ് ദെയർ ഗിഫ്റ്റ്സ് ടു ജൂലിയ. എവരി വൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും. പ്രസൻറ്റഡ്, അവർ നൽകി, എല്ലാവരും നൽകി. എന്ത്? ദെയർ ഗിഫ്റ്റ്സ്, അവരുടെ സമ്മാനങ്ങൾ ടു ജൂലിയ അല്ലേ. ജൂലിയയ്ക്ക് കൊടുത്തു. എല്ലാവരും അവരവരുടെ സമ്മാനങ്ങൾ നൽകി. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു യു ഓൾ. അപ്പോൾ ജൂലിയ പറയാണ് എന്ത്? ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഗ്രേറ്റ്ഫുൾ ആണ്, നന്ദിയുള്ളവളാണ്. ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ താങ്ക്ഫുൾ കേട്ടോ.
ലെറ്റ്സ് ഡാൻസ് ആൻഡ് ഹാവ് ഫൺ. അപ്പോൾ എന്താണ് പറയുന്നത്, നമുക്ക് ഡാൻസ് ചെയ്യാം, ലെറ്റ്സ് ഡാൻസ് ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഹാവ് ഫൺ, കുറച്ച് തമാശയൊക്കെ ആവാം അല്ലേ. സെറ്റ് ദ പ്രിൻസസ് സ്മൈലിങ്. അപ്പം ഒരു പ്രിൻസസ് ചിരിച്ചുകൊണ്ട് പറയാണ് എന്ത് ഡാൻസ് ചെയ്ത് കുറച്ചൊരു ഫണ്ണൊക്കെ ആവാമെന്ന്. ദ മ്യൂസിക് ബിഗാൻ. അപ്പം മ്യൂസിക് തുടങ്ങി. ദേ സ്റ്റാർട്ടഡ് ഡാൻസിങ്. അവർ ഡാൻസ് ചെയ്യാനും ആരംഭിച്ചു. ഹാവ് യു എവർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ എ സെലിബ്രേഷൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ഒരു എന്താണ് സെലിബ്രേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ, പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഷെയർ യുവർ എക്സ്പീരിയൻസ്. നിങ്ങളുടെ ഒരു അനുഭവം പങ്കുവയ്ക്കാൻ പറയാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാമല്ലേ ആ ഒരു വലിയ കേക്കും മെർമെയ്ഡ് ഗിഫ്റ്റ്സ് വാങ്ങുന്നതും ഒക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ട് നോക്കാം. പേജ് നമ്പർ 42 നോക്കാം. ദ ഫീസ്റ്റ് എന്നാണ് ഈ ഒരു പാർട്ടിൻ്റെ ടൈറ്റിൽ. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിരുന്ന് അല്ലെങ്കിൽ സദ്യ എന്നൊക്കെയാണ് കേട്ടോ മീനിങ് വരിക. അപ്പോൾ നമ്മൾ ഈ ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ പിന്നെ ചെയ്യുക, എല്ലാവരും ഫുഡ് കഴിക്കാൻ പോകും അല്ലേ. അപ്പോൾ ആ ഒരു വിരുന്നിൻ്റെ കാര്യമായിരിക്കും ഇതിൽ പറയുന്നുണ്ടാവുക. നോക്കാം. നൗ ലെറ്റ്സ് ഹാവ് എ ഫീസ്റ്റ്. സോ ഈ പറയുന്നത് ഇനി നമുക്ക് ഫുഡ് കഴിക്കാം എന്ന് പറയാണ്. ദ പ്രിൻസസ് ഇൻവൈറ്റഡ്. പ്രിൻസസ് നമ്മളുടെ ജൂലിയ അല്ലേ, ഇൻവൈറ്റ് ചെയ്തു, എല്ലാവരെയും ക്ഷണിച്ചു. എവറി വൺ സ്റ്റാർട്ടഡ് എൻജോയിങ് ദ ഫുഡ്. എവറി വൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും, സ്റ്റാർട്ടഡ് എൻജോയിങ് ദ ഫുഡ്, എല്ലാവരും ഫുഡ് ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി അല്ലേ. സോ യമ്മി, സോ ഡെലീഷ്യസ്. യമ്മി എന്ന് പറഞ്ഞാൽ എന്താണ്, ടേസ്റ്റി അല്ലേ, നല്ല രുചികരമായ എന്നൊക്കെയാണ്. ഡെലീഷ്യസും അത് തന്നെയാണ്, ടേസ്റ്റിയാണ് അല്ലെങ്കിൽ എന്താണ് രുചികരമാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പം എന്താണ് നമ്മൾ ഈ ഒരു ഫീസ്റ്റ് നല്ല രുചികരമായത് തന്നെയാണ് അല്ലേ. നോക്കാം. സ്റ്റാർ ഫിഷ് ലിക്ക് ദ പ്ലേറ്റ്. ലിക്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നക്കുക അല്ലേ. സ്റ്റാർ ഫിഷ് എന്ത് ചെയ്തു, ആ ഒരു പ്ലേറ്റ്, അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്ലേറ്റ് നക്കി അല്ലേ. അതെന്താണ് ഉദ്ദേശിക്കുന്നത്, അത്രയും എന്താണ് രുചികരമാണ്, യമ്മിയാണ് ആ ഒരു ഭക്ഷണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐ ലവ് ദ ചോക്ലേറ്റ്. എ ഷാർക്ക് ഗൾപ്ഡ് എ ബിഗ് പീസ്. എന്താ പറയുന്നത്, ഐ ലവ് ദ ചോക്ലേറ്റ്. എനിക്ക് ആ ചോക്ലേറ്റ് എന്താണ് ഇഷ്ടപ്പെട്ടു. ഷാർക്ക് ഗൾപ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഴുങ്ങുക. ആ ബിഗ് പീസ്, ഒരു വലിയ പീസ് ഷാർക്ക് വിഴുങ്ങി. ഷാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്രാവ് അല്ലേ. സ്രാവ് എന്ത് ചെയ്യാണ്, വിഴുങ്ങി. ദ ജ്യൂസ് ഈസ് സോ റിഫ്രഷിങ്. അപ്പം വേറെ എന്താണുള്ളത്, ചോക്ലേറ്റ് ഉണ്ട്, അതല്ലാണ്ട് ജ്യൂസ് ഉണ്ട് അല്ലേ. അപ്പോൾ ജ്യൂസ് എന്താണ്, റിഫ്രഷിങ് ആണെന്നാണ് പറയുന്നത്. എന്താണ്, നമുക്ക് ഉന്മേഷം ഉണ്ടാക്കുന്ന രീതിക്കുള്ളതാണ്, അല്ലെങ്കിൽ എന്താണ് ക്ഷീണം മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ജ്യൂസാണ്. അതാണ് റീഫ്രഷിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ജെല്ലി ഫിഷ് സിപ്ഡ് ടു ദ ലാസ്റ്റ് ഡ്രോപ്പ്. അപ്പോൾ ജെല്ലി ഫിഷ് എന്ത് ചെയ്തു, സിപ്ഡ് ടു ദ ലാസ്റ്റ് ഡ്രോപ്പ്. സിപ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിച്ചു കുടിക്കുക എന്നുള്ളതാണ്. ടു ദ ലാസ്റ്റ് ഡ്രോപ്പ്, അതിലെ അവസാന തുള്ളി വരെ എന്ത് ചെയ്തു, ജെല്ലി ഫിഷ് വലിച്ചു കുടിച്ചു. സഡൻലി എ ഡോൾഫിൻ വിസിൽഡ് ലൗഡ്ലി. സഡൻലി പറഞ്ഞാൽ പെട്ടെന്ന്. എ ഡോൾഫിൻ വിസിൽഡ് ലൗഡ്ലി, എന്താണ് വിസിലടിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്, വാട്ട് ഈസ് ഹാപ്പനിങ് ആസ്ക്ഡ് ദ ഷാർക്ക്. ഷാർക്ക് ചോദിക്കുകയാണ് വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം ഈ വിസിലടിക്കണമെങ്കിൽ എന്തോ ഒരു അപായ സൂചന അല്ലെങ്കിൽ എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ടായിരിക്കും വിസിലടിച്ചിട്ടുണ്ടാവുക നമുക്ക് വിചാരിക്കാം. അപ്പം നമുക്ക് നോക്കാം. വൈ ഡിഡ് ദ ഡോൾഫിൻ വിസിൽ. അപ്പം എന്തിനായിരിക്കും ആ ഒരു ഡോൾഫിൻ വിസിലടിച്ചിട്ടുണ്ടാവുക എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. പേജ് നമ്പർ 43 നോക്കാം. എ ത്രെട്ട്, അതാണ് നമ്മളുടെ ഈ ഒരു ടൈറ്റിൽ വരുന്നത്. ത്രെട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭീഷണി അല്ലെങ്കിൽ അപകടം, അപായ സൂചന എന്നൊക്കെയാണ് ത്രെട്ടിൻ്റെ മീനിങ്. ദ മെൻ ആർ കമ്മിങ് അഗെയിൻ ടു ഡംപ് മോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ. എന്താണ് പറയുന്നത്, ദ മെൻ ആർ കമ്മിങ്, മനുഷ്യന്മാർ വരുന്നുണ്ട്. എഗെയിൻ, വീണ്ടും. എഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും അല്ലേ. അപ്പോൾ മനുഷ്യന്മാർ വീണ്ടും വരുന്നുണ്ട്. എന്തിനാണ്, ടു ഡംപ്. ഡംപ് എന്ന് പറഞ്ഞാൽ നിക്ഷേപിക്കുക. മോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ. കുറേ പ്ലാസ്റ്റിക് വേസ്റ്റ് സീയിൽ, അതായത് കടലിൽ നിക്ഷേപിക്കാൻ വേണ്ടി കുറേ മനുഷ്യർ വരുന്നുണ്ട് എന്ന് പറയുകയാണ്. ആര്, എക്സ്ക്ലെയിം ദ ഡോൾഫിൻ. ആരാണ് പറഞ്ഞത്, ഡോൾഫിൻ ഉച്ചത്തിൽ അങ്ങനെ പറയാണ്. ഓൾ ബിക്കെയിം ആംഗ്രി. അപ്പോൾ എന്താ സംഭവിച്ചത്, എല്ലാവരും ദേഷ്യപ്പെട്ടു. ആംഗ്രി എന്ന് പറഞ്ഞാൽ ദേഷ്യമല്ലേ, എല്ലാവരും ദേഷ്യത്തിലായി. മെനി ഓഫ് അവർ ഫ്രണ്ട്സ് ഡൈഡ് ഈറ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്. എന്താണ് പറയുന്നത്, മെനി ഓഫ് അവർ ഫ്രണ്ട്സ്, നമ്മളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഡൈഡ്, മരിച്ചിട്ടുണ്ട്. എങ്ങനെ, ഈറ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്. ഈ മനുഷ്യന്മാർ കടലിൽ കൊണ്ട് ഡംപ് ചെയ്യുന്ന കുറേ പ്ലാസ്റ്റിക് വേസ്റ്റ് കഴിച്ചിട്ട് നമ്മളുടെ ഒരുപാട് ഫ്രണ്ട്സ് മരിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. ദ ഷാർക്ക്
ഹിസ് ടീത്ത്. എന്താണ് പറയുന്നത്? ഷാർക്ക് അല്ലേ, സ്രാവ്. ഗ്രൗണ്ട് ഹിസ് ടീത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പല്ലിരുമ്മില്ലേ, ദേഷ്യം പിടിച്ചിട്ട് പല്ലിരുമ്മുന്ന ഒരു ശബ്ദം ഉണ്ടാവില്ലേ. അപ്പം ഷാർക്ക് എന്താണ്, ഷാർക്കിന് നല്ല ദേഷ്യം വന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഷാർക്ക് ഇങ്ങനെ പല്ലിരുമ്മി കൊണ്ടിരിക്കുകയാണ്. വി ഷുഡ് സ്റ്റോപ്പ് ദം ദേ സെറ്റ് ടുഗെദർ. അപ്പം ദേ സെറ്റ് ടുഗെദർ, അവർ ഒരുമിച്ച് പറഞ്ഞു. എന്ത്? വി ഷുഡ് സ്റ്റോപ്പ് ദം, നമുക്കവരെ എന്ത് ചെയ്യണം? തടയണം. ഡോണ്ട് വറി ഫ്രണ്ട്സ് സെറ്റ് ദ ബ്ലൂ വെയിൽ. ഡോണ്ട് വറി ഫ്രണ്ട്സ് എന്ന് പറയാണ്. ആരെ? ബ്ലൂ വെയിൽ. പേടിക്കണ്ട. സെറ്റ് ദ ബ്ലൂ വെയിൽ. ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞാൽ ആരാണ്? നീലത്തിമിംഗലം അല്ലേ. നീലത്തിമിംഗലം പറയാണ്. ഐ എം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ദ വേൾഡ്. എന്താ പറയുന്നത്? ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആനിമൽ എന്ന്. ബിഗ്ഗസ്റ്റ് ആനിമൽ ഞാനാണെന്ന് ബ്ലൂ വെയിൽ പറയുകയാണ്. ഐ വിൽ ഡ്രൈവ് ദം എവേ. ഞാൻ അവരെ ഓടിച്ചു വിട്ടോളാം. ദ ബ്ലൂ വെയിൽ ടുക്ക് എ സ്വിഫ്റ്റ് ടേൺ ആൻഡ് സ്വിഷ്ഡ്. എന്താണ് പറയുന്നത്? ദ ബ്ലൂ വെയിൽ ടുക്ക് എ സ്വിഫ്റ്റ് ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന്, ടേൺ എന്ന് പറഞ്ഞാൽ തിരിയുക അല്ലേ. പെട്ടെന്ന് തിരിഞ്ഞിട്ട് ആൻഡ് സ്വിഷ്ഡ്, അതായത് ആ ഒരു ശബ്ദം ഉണ്ടാക്കി ആ വാല് തിരിച്ച് ആ ബ്ലൂ വെയിൽ അങ്ങ് പോയി. എങ്ങോട്ടായിരിക്കും പോകുന്നത്? മനുഷ്യന്മാരെ പ്ലാസ്റ്റിക് ഡംപ് ചെയ്യാൻ വന്നിട്ടുള്ള ആ സ്ഥലത്തേക്കായിരിക്കും അല്ലേ. ദ ഷാർക്ക് ഫോളോഡ് ഹെർ. ഷാർക്ക്, നമ്മളുടെ സ്രാവ്, അവളെ ഫോളോ ചെയ്ത് പോയി. വാട്ട് വുഡ് ദ ബ്ലൂ വെയിൽ ഡു? എന്തായിരിക്കും ബ്ലൂ വെയിൽ ചെയ്യുക? നമുക്ക് നോക്കാം. 44 നോക്കാം. ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാപ്പ് അല്ലേ, അല്ലെങ്കിൽ ക്ഷമ എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ദ വെയിൽ ആൻഡ് ദ ഷാർക്ക് വെൻ നിയർ ദ ബോട്ട്. എന്താണ്? ദ വെയിൽ, തിമിംഗലവും, ദ ഷാർക്ക് സ്രാവും എന്ത് ചെയ്തു? വെൻറ്റ് നിയർ ദ ബോട്ട്, ബോട്ടിൻ്റെ അടുത്തെത്തി അല്ലേ. ദ ഷാർക്ക് ബീറ്റ് ദ ബോട്ട് വിത്ത് ഹിസ് ടെയിൽ. ഷാർക്ക് എന്ത് ചെയ്തു? ബീറ്റ്, അടിച്ചു. എവിടെ? ദ ബോട്ടിൻ്റെ മുകളിൽ അടിച്ചു. എന്തുകൊണ്ട്? വിത്ത് ഹിസ് ടെയിൽ. ഷാർക്കിൻ്റെ ടെയിൽ എന്ന് പറഞ്ഞാൽ വാലല്ലേ. ഷാർക്കിൻ്റെ വാല് വെച്ചിട്ട് ബോട്ടിന് എന്ത് ചെയ്തു? അടിച്ചു. ദ മെൻ ഇൻ ദ ബോട്ട് ട്രംബിൾഡ് വിത്ത് ഫിയർ. ദ മെൻ ഇൻ ദ ബോട്ട് എന്ന് പറഞ്ഞാൽ ആ ബോട്ടിനകത്തുള്ള മനുഷ്യർ ട്രംബിൾഡ് വിത്ത് ഫിയർ. ട്രംബിൾഡ് എന്ന് പറഞ്ഞാൽ ഭയന്ന് വിറയ്ക്കുക, പേടിച്ച് വിറയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ. ട്രംബിൾഡ് വിത്ത് ഫിയർ എന്താണ്? ഭയം കൊണ്ട് അവർ പേടിച്ച് വിറച്ചു. ദേ ക്രൈഡ് ഫോർ ഹെൽപ്പ്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ കരയാണ്. ക്രൈഡ് ഫോർ ഹെൽപ്പ്. ഹെൽപ്പ് എന്ന് വെച്ചാൽ എന്താണ്? സഹായം അല്ലേ. സഹായത്തിന് വേണ്ടി അവർ കരഞ്ഞു. ബൈ ദിസ് ടൈം, ഈ ഒരു സമയം എന്താ സംഭവിച്ചത്? ദ പ്രിൻസസ് ആൻഡ് അതേഴ്സ് റീച്ച്ഡ് ദെയർ. പ്രിൻസസ് ആരാണ്? നമ്മളുടെ പ്രിൻസസ് രാജകുമാരി ജൂലിയ അല്ലേ. ജൂലിയ എന്ത് ചെയ്തു? ജൂലിയയും ബാക്കിയുള്ളവരും, ബാക്കിയുള്ളവർ എന്ത് ചെയ്തു? റീച്ച്ഡ് ദെയർ. ആ ഒരു സ്ഥലത്തേക്ക്, ഈ ആൾക്കാർ പ്ലാസ്റ്റിക് ഡംപ് ചെയ്യാൻ വന്നിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് വന്നു അല്ലേ. ഐ വിൽ ക്രഷ് ദം. ദ ക്രാബ് ഓപ്പൺഡ് ഹെർ ക്ലോസ്. എന്താണ് പറയുന്നത്? ക്രാബ് എന്ന് പറഞ്ഞാൽ ഞണ്ടല്ലേ. ഓപ്പൺഡ് ഹെർ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഈ ആ ഒരു ഇറുക്കുന്ന ആ ഒരു കാലുണ്ടല്ലോ, അതിനെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അവൾ എന്ത് ചെയ്തു? ഈ ഒരു ക്രാബ് അവളുടെ ആ ഒരു കാലിങ്ങനെ ഓപ്പൺ ചെയ്തു. ആ ഇറുക്ക് കാലെന്ന് പറയില്ലേ നമ്മൾ, അത് ഓപ്പൺ ചെയ്തിട്ട് പറയാണ് ഐ വിൽ ക്രഷ് ദം. ഞാൻ എന്ത് ചെയ്യാം? അവരെ ഞെരുക്കും എന്ന് പറയാണ്. എന്താണ്? ദേഷ്യം കൊണ്ടാണല്ലേ. അതെ. പ്ലീസ് ഡോണ്ട് ഹേർട്ട് അസ്. എന്താണ്? മനുഷ്യർ പറയാണ് ഞങ്ങളെ എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കല്ലേ എന്ന് പറയാണ്. വി വോണ്ട് ദം വേസ്റ്റ് ഇൻ ദ സീ അഗെയിൻ. എന്താണ് പറയുന്നത്? ഇനി ഒരിക്കലും ഞങ്ങൾ വേസ്റ്റ് ഈ ഒരു സീ എന്ന് പറഞ്ഞാൽ കടലിൽ ഡംപ് ചെയ്യില്ല എന്ന് പറയാണ്. ദ മാൻ ബെഗ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാചിക്കുക. അവരൊന്നും ചെയ്യരുത്, വെറുതെ വിടാൻ വേണ്ടി എന്ത് ചെയ്യണം? യാചിക്കുകയാണ് അല്ലേ. യു ആർ പൊല്യൂട്ടിങ് അവർ സീ. മനുഷ്യരോട് പറയാണ് നിങ്ങളാണ് എന്ത് ചെയ്യുന്നത്? പൊല്യൂട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മലിനപ്പെടുത്തുന്നത് അല്ലേ. മലിനപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാശമാക്കുന്നത്. ഈ ഒരു വേസ്റ്റൊക്കെ കൂടെ കൊണ്ടിട്ട് നമ്മളുടെ കടലിൽ കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താവും? കടൽ മുഴുവൻ പൊല്യൂട്ടഡ് ആവും അല്ലേ. അതായത് മലിനമാകും. അതാണ് പറയുന്നത്. യു ആർ പൊല്യൂട്ടിങ് അവർ സീ. നിങ്ങളാണ് ഞങ്ങളുടെ കടലിനെ എന്താ ചെയ്യുന്നത്? മലിനപ്പെടുത്തുന്നത്. യു ആർ ഡിസ്ട്രോയിങ് അവർ ലൈഫ്. ഈ കടൽ മലിനപ്പെട്ടാൽ എന്താണ്? അതിൽ ജീവിക്കുന്ന ജീവികളാണല്ലേ ഈ ഷാർക്കും വെയിൽസും ഫിഷസ് എല്ലാം, ബാക്കിയുള്ള ഫിഷസ് എല്ലാം. അപ്പോൾ അവരുടെ ലൈഫ് കൂടിയാണ് എന്താവുന്നത്? ഡിസ്ട്രോയ് ആവപ്പെടുന്നത്, അതായത് തകർന്നു പോകുന്നത് എന്ന് പറയാണ്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി ഇത് എന്ത് ചെയ്യരുത്? റിപ്പീറ്റ് ചെയ്യരുത്, ആവർത്തിക്കരുത്. വാണ്ട് പ്രിൻസസ് ജൂലിയ താക്കീത് നൽകുകയാണ്. വാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? താക്കീത് നൽകുക അല്ലേ. ആൻഡ് ലെറ്റ് ദം ഗോ. എന്നിട്ട് അവരെന്ത് ചെയ്തു? വിട്ടയച്ചു. റേസ് ഓഫ് ദ സൺ ബ്രൈറ്റൻ ദ വേവ്സ്. എന്താണ് പറയുന്നത്? റേസ് ഓഫ് ദ സൺ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ പ്രകാശരശ്മികൾ. ബ്രൈറ്റൻഡ്
ദ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ്റെ പ്രകാശരശ്മികൾ, വേവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരമാലകളെ എന്ത് ചെയ്തു? ബ്രൈറ്റൻ ചെയ്തു. അതായത് ആ ഒരു പ്രകാശരശ്മി പതിച്ചിട്ട് ഈ കടലിലെ തിരമാലകൾ എന്താ ബ്രൈറ്റൻ ആയി എന്ന് പറയാണ്. അതായത് എന്താണ്? പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി. കടലിൽ ഇനി അവർ ഡംപ് ചെയ്യാൻ വരില്ല, വേസ്റ്റ് ഡംപ് ചെയ്യാൻ വരില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇനി അവരുടെ കടൽ അല്ലെങ്കിൽ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്കൊന്നും സംഭവിക്കില്ല, മലിനപ്പെടുത്തില്ല എന്ന് ആ മനുഷ്യർ പറഞ്ഞല്ലോ, ഇനി തിരിച്ചു വരില്ല എന്ന്. അപ്പം എല്ലാം സോൾവ് ആയി എന്നുള്ളതാണ് ലാസ്റ്റ് ലൈൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സോ സീ യു വിത്ത് അനദർ വീഡിയോ.